കോട്ടയം ജില്ലയിലെ ചിങ്ങവനം പാർക്കിൽ നിന്നും മിനി ലാൽ അയച്ചു തന്ന ഒരു റെസിപ്പിയാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു നാടൻ ചക്കക്കുരു ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു 15 ചക്കക്കുരു, അതായത് ചക്കക്കുരുവിൻ്റെ പുറംതോട് മാത്രമേ കളയാൻ പാടുള്ളൂ, ഒരു കഷ്ണം പുളി, 4-5 ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് വറ്റൽമുളക്, കറിവേപ്പില, ഒരു മുറി തേങ്ങ, എണ്ണ, ഉള്ളിയും മുളകും കൂടെ വഴറ്റാനുള്ളതിനാണ്, പാകത്തിന് ഉപ്പ്. ആദ്യം നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചാലേ മിക്സിയിൽ അരയ്ക്കാൻ പറ്റും. ശകല ഉപ്പും കൂടെ ഇട്ട് വേവിക്കാം. ചക്കക്കുരു വെന്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചമ്മന്തി തയ്യാറാക്കുന്നതിന് 2-3 ഉള്ളി, എരിവിന് ആവശ്യമായ മുളക്, ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണയിൽ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇതേ എണ്ണയിൽ തന്നെ 2 കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞാൽ മാത്രം മതി. ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. നമുക്കിനി ചമ്മന്തി തയ്യാറാക്കാം. നേരത്തെ വറുത്ത് വെച്ച ഇഞ്ചി, ഉള്ളി, മുളക് എന്നിവ ആദ്യം ഒന്ന് അരയ്ക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചക്കക്കുരു, തേങ്ങ, പുളി, കുറച്ച് കറിവേപ്പില, പാകത്തിന് ഉപ്പ്. പാകത്തിന് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ജാറിൽ നിന്നെടുത്ത് മാറ്റാം. ചോറും തൈരും മാങ്ങ അച്ചാറിനോടൊപ്പം ഈ ചമ്മന്തി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട ആഹാരങ്ങളിലൊന്നാണ് ചമ്മന്തി. ചമ്മന്തി തന്നെ പലതരത്തിലുണ്ട്. തേങ്ങാ ചമ്മന്തി, പുളി ചമ്മന്തി, ടൊമാറ്റോ ചമ്മന്തി, അങ്ങനെ പലതരത്തിലുള്ള ചമ്മന്തി. അതിൽ നിന്നും വ്യത്യസ്തമായൊരു ചമ്മന്തിയാണ് ഈ ചക്കക്കുരു ചമ്മന്തി. ഇത്രയും വളരെ ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി അയച്ചു തന്ന മിനി ലാലിന് വളരെയധികം നന്ദി.